അസ്സലാമു വെൽക്കം ടു അസ്നാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാനിതാ നമ്മൾ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ കുടുംബശ്രീയുടെ ഭരണസമിതി വാർഷികത്തോടനുബന്ധിച്ചൊരു പാചക മത്സരം ഉണ്ടായിരുന്നു. അതിലിതാ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഭരണസമിതിയുടെ ഡാൻസൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. അതൊക്കെ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അടിപൊളി പരിപാടി തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിലെ പാചക മത്സരത്തിൽ ഞാനും ഉണ്ടാക്കി കുറച്ച് ഐറ്റംസ്. ആവിയിൽ വേവിച്ച ഫുഡായിരുന്നു അതിവിടുത്തെ മത്സരം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചക്ക ആണ് ആദ്യം തന്നെ എടുത്തത് കേട്ടോ. ചക്ക എടുത്തിട്ട് ചക്ക കിട്ടാനുള്ള കാലമൊന്നുമല്ല, എന്നാലും ഒരുപാട് ശ്രമിച്ച് ചക്കയൊക്കെ കിട്ടി. അതിനുശേഷം ചക്ക ഇതുപോലെ കട്ടില്ലാതെ അരിഞ്ഞതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുത്തു. പിന്നെ ഫാം പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇതുപോലെ ചക്ക വരട്ടിയെടുത്തു. ഇനി ചക്ക വരട്ടിയതിന് ശേഷം പിന്നെ ഞാൻ തേങ്ങാക്കൊത്തില്ലേ, തേങ്ങാക്കൊത്തും പിന്നെ അണ്ടിപ്പരിപ്പും കൂടി ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നെയ്യിൽ 2 ടേബിൾ സ്പൂൺ നെയ്യിൽ നന്നായിട്ട് വറുത്തെടുത്തു. അപ്പോൾ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഇതുപോലെ ഒരുമിച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ അതിൽ നമ്മുടെ ശർക്കര വരട്ടിയിലേക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് റവയും ചേർത്തു. പിന്നെ നമ്മുടെ ശർക്കരപ്പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കൂടി ഇതുപോലെ നെയ്യിൽ മൂപ്പിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അരിപ്പൊടി വാട്ടൊന്നും വേണ്ട, ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ചക്ക വരട്ടിയിൽ ചേർത്തതിലേക്ക് കേട്ടോ. അങ്ങനെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശർക്കരപ്പാൽ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 3 അച്ചോളം ഞാൻ എടുത്തിരുന്നു കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാണ്. പിന്നെ നമ്മുടെ ഗറാമ്പട്ടൻ്റെ ഇലയില്ലേ, അതിൽ വേണം നമ്മൾ കുമ്പിളപ്പം ചുടാൻ. അപ്പം ഞാൻ ഇതുപോലെ കുമ്പിളപ്പം ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അതിൽ പകുതി മാവോളം എടുത്തിട്ട് ഇതുപോലെ കുമ്പിളപ്പം ചുട്ടെടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു ഈ കുമ്പിളപ്പത്തിന് കേട്ടോ. അപ്പോൾ ഇതും ചക്കടയും ഒക്കെ അടിപൊളി ടേസ്റ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റൊക്കെ വാങ്ങിയിട്ട് പോന്നു. അപ്പോൾ ഈസി അല്ലേ, ഇതുപോലെ നമ്മൾ കുമ്പിളപ്പൊക്കെ പണ്ട് കാലത്തിൽ എല്ലാവരും ഉണ്ടാക്കിയിരുന്ന ഫുഡാണ് കേട്ടോ, പലഹാരങ്ങളാണ്. അപ്പോൾ ആവിയിൽ വേവിച്ചതാകുമ്പോൾ നമ്മുടെ ഹെൽത്തിന് കേടുമില്ല, നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ആവിയിൽ വേവിച്ചെടുത്തു. പിന്നെ ഉള്ളത് ചക്കടയാണ്. ഈ ചക്കടയിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഈ കുമ്പിളപ്പത്തിനെടുത്ത് ആ മാവ് തന്നെ വാഴയിലയിൽ പരത്തിയെടുത്തു. അതിലേക്ക് ചെറുപയർ വേവിച്ചതും ശർക്കരയും അവലും കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ രായിയുടെ ഇഡ്ഡലി, അതിലും ചെറുപയറും ശർക്കരയും ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ റവ കൊണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കി. റവയും പാലും കൂട്ടി മിക്സിയിൽ അടിച്ചത്, അതിൽ ബനാനയും ഉണക്കമുന്തിരിയും കൊട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇഡ്ഡലിയാക്കിയെടുത്തു. പിന്നെ നമ്മുടെ നൂൽപുട്ട് ചുട്ടെടുത്തു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് ചെമ്മീൻ ആദ്യം വേവിച്ചെടുക്കുക ചെയ്ത്, ഫ്രൈ ചെയ്തിട്ടില്ല ഒന്നും. അപ്പോൾ നൂൽപുട്ട് ഇതുപോലെ ചെയ്തെടുത്തു. അങ്ങനെ ആവിയിൽ വേവിച്ചെടുത്തു. ഇത്ര ഐറ്റംസായിട്ട് ഞാനങ്ങ് പോയി മുനിസിപ്പാലിറ്റിയുടെ ഓഡിറ്റോറിയത്തിലേക്ക്. അവിടെ ചെന്ന് ശേഷം അതിൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്, അവരുടെ വീഡിയോസൊക്കെ കാണലുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസും എൻ്റെ മത്സരത്തിന് പോയതൊക്കെ കണ്ടതുകൊണ്ടാവാം ഈ വിചാരിക്കുന്ന പോലെ ഇത് വലിയൊരു പരിപാടിയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ എന്നെപ്പോലെ ആവിയിൽ വേവിച്ച ഫുഡ് ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ അയൽക്കൂട്ടത്തിലുള്ള കുടുംബശ്രീയിലെ ആൾക്കാരും കൂടി ഉള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഭരണസമിതി കേളി 2K25ൻ്റെ വാർഷികമാണ് കേട്ടോ. അപ്പോൾ ഈ വാർഷിക പരിപാടിക്ക് എല്ലാ മെമ്പേഴ്സും എത്തിയിട്ടുണ്ട്. പല പരിപാടിയും, കിസ്സും ഉണ്ട്, പാട്ട്, ഡാൻസ്, അങ്ങനെ കുട്ടികളുടെ പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലും ഒരു പാചക മത്സരം വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടോക്കൺ നമ്പർ, നമ്മുടെ സഞ്ചി നിർമ്മാണം കൂടി അതിലുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിലെ പഴയ തുണികൾ കൊണ്ടോ സഞ്ചി നിർമ്മിച്ച് അതിൽ ഫസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു മുനിസിപ്പാലിറ്റിയിൽ പുതിയൊരു സംരംഭമായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്, പ്ലാസ്റ്റിക് നിരോധനത്തിന് വേണ്ടിയിട്ട്, ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലെ പഴയ തുണികൾ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുത്താൽ നമ്മളെ വേസ്റ്റ് പോവുകയും ചെയ്യും. അവിടെ സമൂഹത്തിനൊരു ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണെന്നുള്ളവർക്ക്. അപ്പോൾ ഞാനിതാ കൊണ്ടുപോയ ഫുഡൊക്കെ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഏത് ചെറിയ പരിപാടിയാണെങ്കിലും പങ്കെടുക്കുക എന്നുള്ള ആ ഒരു ആഗ്രഹം മാത്രമാണ് എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. ഏത് ചെറിയ പരിപാടിക്കും നമ്മൾ പോവുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അവിടെ ഒന്ന് എന്തെങ്കിലും ഒരു ചെറിയ ഉപഹാരം, ഒരു പാത്രമാണെങ്കിലും കിട്ടുമ്പോൾ എനിക്ക് സന്തോഷമാണ്. അതാണ് ഞാൻ മെയിനായിട്ടത് കണ്ടിട്ട് ഇത് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സമ്മാനത്തിലൊന്നുമല്ല ഞാൻ കാണുന്നത്, നമ്മൾ മത്സരിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഐറ്റംസ് നമ്മൾക്ക്
പ്രിപ്പയർ ചെയ്യാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഇന്നെപ്പോലെ ഒരുപാട് ഐറ്റംസ് കൊണ്ടുവന്നവരുണ്ട്. ചിക്കൻ അട, പിന്നെ ഇതിൽ മെയിനായിട്ട് നോക്കുന്നത് ഹെൽത്തിയും വെറൈറ്റീസൊക്കെ തന്നെയാണ്. അതുകൊണ്ടാവാം ഫസ്റ്റ് കിട്ടിയത്. പിന്നെ നേന്ത്രപ്പഴം കൊണ്ടുള്ള അട ഉണ്ട്. പല പരിപാടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ്റെ പുട്ട്, പിന്നെ രാഗിപ്പുട്ട്, അതുപോലെ തന്നെ പല കുമ്പിളപ്പങ്ങളും ഉണ്ട്. പിന്നെ നമ്മളെ കൂവല്ലേ, കൂവപ്പൊടി വരകിയിട്ട് ഇതുപോലെ ചെയ്തെടുത്തതുണ്ട്. അപ്പം പോലെ, കിണ്ണത്തപ്പം പോലെ. അതുപോലെ തന്നെ ഇത് ഒരു ഇതാണ് കൂവ വെച്ചിട്ടോ ഒക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പഴയ കാലത്തെ സ്നാക്ക് ഉണ്ടല്ലോ, അരിയുണ്ട, അത് വരെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഐറ്റംസ്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ജഡ്ജൊക്കെ ഇപ്പോൾ വരാനായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത ഒരു ടേബിൾ ഉണ്ടായിരുന്നു രാഗിപ്പൊടി കൊണ്ടുള്ള അട. അതൊക്കെ ഹെൽത്തിയാണ്, വെറൈറ്റി ആയിട്ട് കാണുന്ന ഒരു സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഫില്ലിങ്സൊക്കെ പലതുമാണ്. അപ്പോൾ ഞാനും വെയിറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ അടുത്ത ടേബിൾ ഉണ്ടായിരുന്നായിരുന്നു എള്ള് വെച്ചിട്ട്, അതുപോലെ കൂവ വരകിയതാണെന്ന് തോന്നുന്നു, അതോ പനമ്പൊടിയോ അങ്ങനെ എന്തോ വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാ ഐറ്റംസും കാണാൻ പറ്റി. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള പുട്ട്, ബീട്രൂട്ടൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കിട്ടില്ല, എന്താ വെച്ചാൽ വല്ല ഇന്ത്യക്കാർഡ് നല്ല അടിപൊളി വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നാലും സന്തോഷം. അതുപോലെ എനിക്കൊരു സ്റ്റീലിൻ്റെ ഒരു അടപ്പുള്ള ഒരു അത്യാവശ്യം അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു പാത്രമാണ് കേട്ടോ സമ്മാനമായിട്ട് കിട്ടിയത്. എന്നാലും സന്തോഷം. അപ്പോൾ സമ്മാനത്തിൻ്റെ വലുപ്പത്തിലല്ല, ഞാൻ പങ്കെടുക്കുക എന്നുള്ള ആഗ്രഹത്തിൽ പോയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റിയിട്ടില്ല. എൻ്റേത് ടേസ്റ്റ് ചെയ്യാൻ ഓരോരുത്തർ വന്നതുകൊണ്ട് തന്നെ മോമോസൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നവരുണ്ടായിരുന്നു. ഗോതമ്പാണ് തോന്നുന്നു, പിന്നെ കൊഴുക്കട്ട. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് നടക്കുന്നുണ്ട്, കിസ് നടക്കുന്നുണ്ട്. അതിലും സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിയെക്കുറിച്ചും അങ്ങനെയൊക്കെ എല്ലാവർക്കുള്ള അറിവുകൾ പരിശീലിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ കുടുംബശ്രീ നടത്താൻ. മാത്രമല്ല അതിനെക്കുറിച്ചുള്ള അറിവുകളുമുണ്ടോ എന്നുള്ളത് അവർ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കിസ്സൊക്കെ നടത്തിയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ആ സമയം അത് നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവിടെ ജഡ്ജ്മെൻറ്റും നടക്കുന്നുണ്ട് കേട്ടോ, ഫുഡിൻ്റെയും സഞ്ചി നിർമ്മാണത്തിൻ്റെയൊക്കെ. അപ്പോൾ എൻ്റെ ഫുഡൊക്കെ ഒരുപാട് സമയം എടുത്തു ടേസ്റ്റ് ചെയ്യാൻ, 4-5 ഐറ്റം ഉണ്ടായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ആരോഗ്യ ഇതിൻ്റെ വകുപ്പിലുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലുള്ള കൗൺസിലർമാരും, അതുപോലെ തന്നെ വൈസ് ചെയർമാനും, പിന്നെ അങ്ങനെ കുറേ പേരുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യം, കായികം ഒക്കെ ഓരോ വകുപ്പും കൊണ്ട് നടക്കുന്ന ഓരോ ഓഫീസർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ അയൽക്കൂട്ടം കുടുംബശ്രീയുടെ ഭരണസമിതി അംഗങ്ങളുണ്ട്. അത് അവരുടെ കൂടെ തന്നെ. അപ്പോൾ അവരൊക്കെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ മാർക്ക് ഇടുന്നുണ്ട്. ഞാനിതാ ബാക്കിലായ ചെയറിലായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ എടുക്കായിരുന്നു കേട്ടോ. അതിനിടയിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കി അവർ കഴിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് ചക്ക കൊണ്ടുള്ളതുകൊണ്ട് തന്നെ അത് ഹെൽത്തിയും പിന്നെ വെറൈറ്റി ആയിട്ട്, അതുപോലെ തന്നെ ചക്കടയിൽ ഫില്ലിങ് കൊടുത്തതാവാം അവർക്ക് വെറൈറ്റി ആയിട്ട് തോന്നി. ചക്കടയിൽ ഇലയും നമ്മുടെ തേങ്ങയും അവലും മാത്രമല്ലേ കൊടുക്കാറ്, ശർക്കര അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ വെറൈറ്റി ആയിട്ട് ഗോതമ്പം വേവിച്ചിട്ട് അതും ശർക്കരയും തേങ്ങയും കൂട്ടി, തേങ്ങാക്കൊത്തും കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കുടുംബശ്രീയുടെ ആദ്യത്തെ ഉത്തരം വെങ്ങാനൂരാണ്. സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. ഇങ്ങനത്തെ ചോദ്യം കുടുംബശ്രീയുടെ നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് KSSBY, കുടുംബശ്രീ സ്ത്രീ സുരക്ഷാ ബീമാ യോജന. KSSBY എന്നോ കുടുംബശ്രീ സ്ത്രീ സുരക്ഷാ ബീമാ യോജന എന്നോ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കൊടുക്കാവുന്നതാണ്. അടുത്തത് 8ാമത്തെ ചോദ്യം. കുടുംബശ്രീയുടെ സഞ്ചരിക്കുന്ന റെസ്റ്റോറന്റുകൾക്കുള്ള പദ്ധതി ഏതാണെന്നാണ്. പദ്ധതിയുടെ പേര് ഫുഡ് ഓൺ വീൽസ്. ഈ 9ാമത്തെ ചോദ്യം. കുട്ടികൾക്കായി കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന പോഷകാഹാര പദ്ധതിയുടെ പേര് എന്താണ്? അമൃതം. എന്താണ്?
ഞങ്ങളെ ഏൽപ്പിച്ച കാര്യത്തിലേക്ക് കൂടി കിടക്കുകയാണ്. നമ്മുടെ വാർഷികത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഈ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ ADS ചെയർപേഴ്സൺ മുഖാന്തരം അല്ലെങ്കിൽ അയൽക്കൂട്ട സെക്രട്ടറിമാർ മുഖാന്തരം ഉറപ്പുവരുത്തിയിട്ടുണ്ടാവും. അങ്ങനെ അരിയുന്ന മാലിന്യങ്ങൾ, ജൈവ മാലിന്യങ്ങൾ നഗരസഭ തന്നതോ അല്ലാത്തതോ ആയ മാർഗങ്ങളിലൂടെ നിങ്ങൾ സംസ്കരിക്കുന്നുണ്ടാവും. അജൈവ മാലിന്യങ്ങളാണെങ്കിൽ നമ്മുടെ നഗരസഭ ഏർപ്പാടാക്കിയിട്ടുള്ള ഹരിതകർമ്മ സേന വഴി യൂസർ ഫീ അടക്കം കൊടുത്തുകൊണ്ട് നിങ്ങൾ അവരുടെ ഏൽപ്പിക്കുന്നുണ്ടാവും എന്നുള്ളതാണ് ഉറപ്പിക്കാനുള്ളത്. പിന്നെ ഒരു ഏത് കാര്യമായാലും ഒരു മത്സരം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം നടക്കുമ്പോൾ അതിന് എല്ലാവരും കൂടി തെരഞ്ഞെടുത്ത് നമുക്ക് എന്തെങ്കിലും സംഭാവന കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അതിൽ നിന്ന് വളരെ കുറഞ്ഞ ആളുകളെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഒരു പണി ഏൽപ്പിക്കുമ്പോൾ അത് വല്ലാതെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുള്ളതാണ്. എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടായിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൂവ വരയ്ക്കുന്നത്, പിന്നെ എന്താ പഴക്കട്ട, പിന്നെ അരി പൊടിച്ചിട്ടുണ്ടാവും നമ്മുടെ എന്താ ഔലോസുള്ള ഉണ്ട, പിന്നെ അരി വറുത്ത് ശർക്കരയൊക്കെ കൂട്ടി നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികൾ സ്കൂളിൽ വരുമ്പോ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമാണ്. അപ്പൊ അങ്ങനെയുള്ള പലതരം സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റ വിഭവം ഉണ്ടാക്കി കൊണ്ടുവന്നവരുണ്ട്, ഒന്നിലധികം വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു അറിവും കഴിവും അല്ലെങ്കിൽ അനുഭവമൊക്കെ വെച്ചിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. ആരും മോശക്കാരൊന്നുമല്ല. അതിലെനിക്ക് എടുത്തു പറയാനുള്ളത്, ഇത്തരം ഒരു പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ നിങ്ങളതിൽ സജീവമായി പങ്കെടുക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. CDSന്റെ ഓരോ പ്രവർത്തനത്തിലും നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാകുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. സമ്മാനം അടുത്ത കാര്യം. അപ്പോ അത്തരത്തിൽ നിങ്ങളെ കൂട്ടായ്മ ഇനിയും വർദ്ധിപ്പിക്കണം. നമ്മൾ ഇവിടെ ഉള്ള ഈ കൂട്ടായ്മ മലപ്പുറത്തിന് അല്ലെങ്കിൽ കേരളത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. മൂന്ന് സ്ഥാനങ്ങളാണ് ഞങ്ങളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം മൂന്നാം സ്ഥാനം പറയാം. മൂന്നാം സ്ഥാനം നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇതിൽ നിന്ന് 1, 2, 3 സ്ഥാനക്കാരെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് അത്യന്തം വിഷമകരമായിട്ടുള്ള കാര്യം. ഞങ്ങൾ മൂന്നാളും ഒരു 4 റൗണ്ടെങ്കിലും ഇതിലൂടെയൊക്കെ നടന്ന് വീണ്ടും തിരിച്ചു നടന്ന് ഒക്കെ നോക്കിയിട്ടാണ് ഈ ബുദ്ധിമുട്ടേറിയ പണി ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ ആരും സമ്മാനം കിട്ടാതെ പോയതുകൊണ്ട് ആരും വിഷമിക്കുന്നുണ്ട്. ഞങ്ങൾ തന്നെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയത് ഓരോരുത്തർ കഴിക്കാന്നുള്ളത് തന്നെ നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോ മൂന്നാം സ്ഥാനം ഞങ്ങൾ 2 പേരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ അത് പ്രസിഡന്റിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, ലഭ്യതയില്ല. അപ്പൊ മൂന്നാം സ്ഥാനത്തിന് 2 പേരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലൊന്ന് 4ാം നമ്പർ. അത് വിവിധ വിഭാഗങ്ങളായി ഉണ്ടാക്കിയിട്ടുണ്ട്. ചീര കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ അട ചീര കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് നമ്മൾ പ്രാദേശികമായിട്ട് കിട്ടുന്ന വിഭവങ്ങളെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇനമാണ് എന്നുള്ളതാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ 15ാം നമ്പർ. 15ാം നമ്പർ അത് എണ്ണൊക്കെ കൂടിയിട്ടുള്ളൊരു വിഭവമാണ്. അതും നമ്മളല്ലോ 3 കാര്യം നോക്കിയിട്ടുണ്ട്. അത് ആരോഗ്യത്തിന് നല്ലതാണോ, പിന്നെ വ്യത്യസ്തതയുണ്ടോ, രുചിയുണ്ടോ, ഈ 3 ഘടകങ്ങളാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. ആ 3 ഘടകങ്ങളെ നിർണയിച്ച് മാത്രമാണ് ഈ സ്ഥാനങ്ങൾ തെരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോ 3ാം സ്ഥാനക്കാർ 4, 15. പിന്നെ 2ാം സ്ഥാനത്തിന് അർഹനായത് 6ാം നമ്പറാണ്. 6ാം നമ്പർ അതിൽ ഒട്ടേറെ വിഭവങ്ങളുടെ എനിക്ക് തോന്നുന്നു. മത്തൻ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഭവമാണ്.
ഞാൻ പറഞ്ഞത് ഉണ്ടാക്കണമെങ്കിൽ 6ാം നമ്പറാണ് രണ്ടാം സ്ഥാനം. ഇനി 1ാം സ്ഥാനം. 1ാം സ്ഥാനം തിരഞ്ഞെടുക്കാനുള്ള വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പൊ ഓട്ട മത്സരമൊക്കെയാണ് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ വീഡിയോ എടുത്തിട്ട് അതിനിങ്ങനെ സ്ലോ മോഷൻ കാണിച്ചിട്ട് ആരായാലും വരല്ലാതെ ചെയ്യുന്നൊക്കെ നോക്കാം. ഇതിനിപ്പോ ഒരു ഗത്യതയില്ല. പിന്നെ ഞങ്ങൾ അവസാനം വിചാരിച്ചു നമുക്ക് ഹോട്ടലുകാരൊക്കെ കുറച്ച് പരിചയമുണ്ടല്ലോ, ഇവിടുന്ന് ഒരു ഷെഫിനെ വിളിച്ചാണെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ അതിന് സമയം തികയാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആ പദ്ധതി ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. 1ാം സ്ഥാനം 8ാം നമ്പറാണ്. അതുപോലെ അതില് 8ാം നമ്പർ മുമ്മലപ്പം, പിന്നെ ചക്ക കൊണ്ടുള്ള ഒരു വിഭവം ഒക്കെയാണ് അതിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ പ്രാധാന്യം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. കുടുംബശ്രീ എന്ന് പറയുന്നത് തന്നെ കൂടിയിരിക്കുക, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുക, ആർക്കും നമ്മളെ ഭിന്നിപ്പിക്കാൻ സമ്മതിക്കാതിരിക്കുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഇനിയും സജീവമായി പങ്കെടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞു. അടുത്തത് വിധികർത്താവ് RI മലപ്പുറം നഗരസഭയുടെ റവന്യൂ ഇൻസ്പെക്ടർ മുഹമ്മദ്. നമസ്കാരം. പിന്നെ വളരെ വിപുലമായ വാർഷികാഘോഷവുമൊക്കെ ആയി വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ച് കടിയോടെ ബാക്കി കഴിക്കാനുണ്ട്. ഞങ്ങൾ ഫുള്ള് കഴിച്ചിട്ടില്ല, ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ കഴിച്ച് വളരെ നല്ല മനസ്സോടെ വീട്ടിലേക്ക് എത്തിച്ചേരുക. ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകളും അർപ്പിക്കുന്നതോടൊപ്പം ഈ കണ്ടിട്ട് മനസ്സിലായിട്ടുള്ള ആചാരത്തെണ്ടിയ ഞാൻ വളർന്നു വരുന്ന യുവപ്രതിഭയല്ലേ, നാളെ അറിയുന്നത് ഒരു കലാതിലകമായ കാവ്യമാധവനെ പോലെയോ മഞ്ജുവാര്യത്തിലോ നവ്യാനായത്തിലോ നാളെ സിനിമ ചെയ്യുന്നവൻ നൃത്തം ഒരു വലിയ മഹാസാഗരം. ടീച്ചറാണ് മുൻസടിച്ചു, ഞാനതിന്റെ തീരത്തിൽ ചോദിച്ചിട്ടു. എനിക്ക് ജീവനാണ്. പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചൊക്കെ അങ്ങനെയാണെങ്കിൽ പാട്ട് പാടിയിട്ട് പോയാണെങ്കിൽ പാടി നിന്റെ ഡാൻസ് കൊണ്ട് തന്നെ ഞാൻ കുറഞ്ഞു കുട്ടിയിരിക്കുക. അപ്പൊ ഞാൻ 10-30 വേറെ നിനക്ക് ചോദിക്കാനും പറയുന്നു. വീട്ടുകാരുടെ പൊടി വീട്ടിൽ പൊടി
2, 3, 4. Churrasquero de camora, porte, maricolina, papel, maricolina, estando máquina, somalia. അസുഖല്ലോ നമുക്കിന്ന് നിർത്താം. കാര്യം പഠിക്കോ, ഈ സംഗീതം വരുന്നത് പ്രത്യേക മൂടില്ല. ആ സമയത്ത് ശരി 1, 2, 3, 4. അപ്പോൾ ഓഫീസറിൽ നിന്ന് കയ്യിൽ നിന്ന് തന്നെ സമ്മാനമൊക്കെ വാങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.